أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ولقد آتينا موسى الكتاب وقفينا من بعده بالرسل. صدق الله. വഖഫൈന മിൻ ബഅദി ബിറസൂൽ. അതിൽ യൂനുസ് അലൈഹി ഇസ്ലാമിനെ കുറിച്ചാണ് നമ്മുടെ ചർച്ച. ഇനി ബനൂ ഇസ്രായേലിൽ പിന്നീട് പ്രവാചകരായി വന്നവരിൽ പ്രധാനപ്പെട്ട ഒരാളാണ് സയ്യിദുനാ യൂനുസ് അലൈഹി ഇസ്ലാം. അവരെക്കുറിച്ച് ഖുർആനിൽ ദുന്നൂനെ എന്നും സാഹിബുൽ ഹൂത്ത് എന്നും യൂനുസ് ഇബ്നു മത്ത എന്നുമൊക്കെ ഖുർആനിലും ഹദീസിലും കാണാൻ കഴിയും. യൂനുസ് നബി അലൈഹി ഇസ്ലാമിനെ അള്ളാഹു നിയോഗിച്ചത് നീനുവ എന്ന സ്ഥലത്തേക്കാണ്. ഏകദേശം ഇറാഖ് ഭാഗത്താണ് ആ സ്ഥലം. 1,00,000-ൽ ചില്ലാനം ആളുകളിലേക്കാണ് അവർ പ്രവാചകരായി നിയോഗിക്കപ്പെട്ടത്. ആ 1,00,000-ലപ്പുറമുള്ള ആളുകൾക്കിടയിൽ നിരന്തരമായി 9 വർഷം ഒരഭിപ്രായം, മറ്റൊരഭിപ്രായം 3 വർഷം, മറ്റൊരഭിപ്രായം 40 വർഷം. നമ്മൾ 9 വർഷം എടുക്കുന്നാല് 9 വർഷത്തോളം നിരന്തരമായി അള്ളാഹുവിനെ കുറിച്ച് പറഞ്ഞ് പ്രബോധനം നടത്തിയിട്ട് അവർക്ക് ആകെ കിട്ടിയത് 2 ആളെ. 9 കൊല്ലം വഅ്ള് പറഞ്ഞിട്ട് നന്നായത് 2 ആളാണ്. അതിനെ വഅ്ള് പറഞ്ഞത് നബിയാണ്, എന്നിട്ട് നന്നായത് 2 ആള്. അപ്പൊ അതാണ് ആള് നന്നാവോ ഇല്ല എന്നുള്ള നമ്മൾ നോക്കണ്ടില്ല, നമ്മളെ പണി നമ്മൾ എടുക്കണം. പക്ഷെ പിന്നെ ഒരു മനുഷ്യനും തിരിഞ്ഞു വരണില്ല, എല്ലാരും കുതിര കയറുകയാണ്. പറഞ്ഞോന്റെ നേരക്കെടുക്കാം. അപ്പൊ ഉണ്ടാവില്ല ഒരു മടുപ്പ്. യൂനുസ് അലൈഹി ഇസ്ലാം പൊതുവെ അങ്ങനെ ഒരു പ്രകൃതിക്കാരനുമാണ്. പെട്ടെന്ന് ഇങ്ങനെ വിഷമം വരുന്ന ആളാണ്. അതിൽ വല്ലാതെ നൊന്ത് വേദനിച്ചു, ഒരു വൈശ്യമായി. ആ ടെൻഷൻ പിന്നീട് ദേഷ്യത്തിന് കാരണമായി. ഇവരോട് ദേഷ്യമായി. തറ പറഞ്ഞിട്ടും മനസ്സിലാവാത്ത ഹംക്കുകൾ എന്നുണ്ടാവില്ല നമുക്കൊരു ചിന്ത. അത് യൂനുസ് അലൈഹി ഇസ്ലാമിന് വന്ന് അവരോട് ദേഷ്യം പിടിച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങിപ്പോയി. ചില ആളുകളുടെ പ്രസംഗത്തിൽ അള്ളഹാനോട് ദേഷ്യം പിടിച്ചിട്ടെന്നുള്ള റിപ്പോർട്ടുകളൊക്കെ പറയണ്ടേ, എനിക്ക് അതിനോട് യോജിപ്പില്ല. ഇതൊക്കെ ഇസ്രായേലിയത്തായിരിക്കും എന്ന് ഞാൻ മനസ്സിലാക്കണം. ആ കൗമിനോട് ദേഷ്യം പിടിച്ചിട്ട് ഇറങ്ങിപ്പോയി. ഇറങ്ങിപ്പോയപ്പോ ഇവര് നന്നായും ചെയ്ത്, അങ്ങനെ ഒരു ചരിത്രമുണ്ട്. ഇവരെ ഇറങ്ങിപ്പോയപ്പോ അവരുടെ ഇടയിൽ ഇങ്ങനെ ഒരു വേജാറും വെപ്രാളൊക്കെ വന്നു ആൾക്കാരുടെ ഇടയിൽ. അപ്പൊ ആളുകൾ പരസ്പരം ചോദിക്കാൻ വന്നു, നമുക്ക് വാദറിന് യൂനുസ് ഇവിടെ അല്ലെ, ഇവിടെ അമ്മ കണ്ടില്ല, ഈ കണ്ടോ? ഇല്ല. എല്ലാരും ആ വേജാറിൽ ഓരെല്ലാരും പിന്നെ നന്നായി ചെയ്തു. 1,00,000-ൽ ചില്ലാൻ ആളുകൾ മുസ്ലിമീങ്ങളായി. ആളുള്ളപ്പോ 2 ആളുകൾ, പോയപ്പോ മുഴുവൻ ആളുകൾ. അതാണ് നമ്മള് പണിയെടുക്കണ, അല്പം പണിയെടുക്കണ സമയത്ത് അറിയില്ല, പിന്നെ അറിയാം. അങ്ങനെ ഉണ്ടാവും. നമ്മള് പറയാനൊക്കെ പറഞ്ഞു പോവാ, അപ്പൊ ചിലപ്പം ജനങ്ങൾ നന്നാവില്ല, പിന്നെ നന്നാവും. ഡോക്ടർ ഉസ്മാൻ എന്നുള്ള ഒരാളുടെ യുക്തിവാദിയായിരുന്നു. അയാളുമായി അന്ന് നിരന്തരമായി പടവെട്ടിയിരുന്ന ആ ഭാഗത്തുള്ള ഒരു മുസ്ലിയാരുണ്ടായിരുന്നു. അയാൾ ഒരുപാട് സംസാരിച്ച് അപ്പോഴൊക്കെ ഡോക്ടർ ഉസ്മാനെ തിരിച്ച് പരിഹാസത്തിന്റെ പ്രതികൂലമായ വളരെ മ്ലേച്ഛമായ വാക്കുകളെ കൊണ്ടാണ് നേരിടുക. പക്ഷെ എല്ലാം കഴിഞ്ഞിട്ട് അയാൾ ഒറ്റക്ക് പോയിട്ട് ചിന്തിക്കുകയാണ്, മൂല്യര് പറഞ്ഞോടത്തും കാര്യമില്ല എന്ന്. അതിലാണ് പിന്നെ അയാൾ ഇസ്ലാമിലേക്ക് കയറി വന്നത്. അങ്ങനെ ഡോക്ടർ ഉസ്മാൻ മുസ്ലിം ആയത് അങ്ങനെയാണ്. നമ്മൾ ചില സംഗതികളൊക്കെ പറയുമ്പോൾ ചിലപ്പം കേൾക്കുന്ന സമയത്ത് ആളുകൾ ഉൾക്കൊള്ളൂല. പിന്നെ വീട്ടിൽ പോയിട്ട് ചിലപ്പോൾ അങ്ങനെ ചിന്തിക്കും, സംഗതി ശരിയാട്ടോ, എല്ലാ സംഗതി ശരിയാണ്, അയാളെ പറഞ്ഞോടത്ത് കാര്യമുണ്ട്. അങ്ങനെ നമ്മളെ മുമ്പിൽ വെച്ചിട്ടല്ലാതെ പിന്നീട് നന്നാണ് ആളുകളുണ്ട്. അപ്പൊ നമ്മൾ എടുക്കണ പണി എടുക്കണമെന്നും, അത് ലഹരിക്കെതിരെയാണെങ്കിലും ആർഭാടത്തിനെതിരെയാണെങ്കിലും സമുദായത്തിന്റെ ഇന്നത്തെ പോക്കിനെതിരെയാണെങ്കിലും പറയാനുള്ളത് പറയണം. ആ സ്പോട്ടിലെ റിസൾട്ട് ഉണ്ടായിക്കൊള്ളുന്നില്ല, പിന്നീട് അതിന്റെ അലവലി ഉണ്ടാവും. ഇനി ഇല്ലാന്ന് കൂട്ടുക, നമ്മുടെ ഭാഗം ക്ലിയറായി, നന്നാക്കൽ അള്ളാഹുവാണ്, പറയൽ നമ്മുടെ കടമയാണ്. അപ്പൊ യൂനുസ് അലൈഹി ഇസ്ലാം നിലനിൽക്കുന്ന സമയത്ത് 9 കൊല്ലം ഉണ്ടായിട്ടും ആകെ കൂടെ ഉണ്ടായത് 2 ആളാണ്. പിന്നെ നാട്ടുകാരെ മുഴുവനും വളഞ്ഞിട്ടിട്ട് പരിഹസിക്കണം. മനനൊന്ത് ടെൻഷൻ ദേഷ്യായി, ദേഷ്യം പിന്നെ നാട്ടിൽ നിപ്പില്ലാതെ അവരെ നിങ്ങൾക്ക് അള്ളാന്റെ ശാപം കിട്ടട്ടാന്ന് പറഞ്ഞിട്ടാണ് പിന്നെ പോണത്. പോയോടുകൂടി ആളുകൾക്ക് ബേജാറായി, അവർക്ക് ചില കാര്യങ്ങൾ കിട്ടാനും തുടങ്ങി. അപ്പൊ അവര് മുഴുവനും നന്നായി.
പക്ഷെ യൂനുസ് അലൈഹിസ്സലാം നേരെ ചെന്നത് കടൽ തീരത്ത് കാണും. കപ്പൽ കയറിയിട്ടാണ് അപ്പുറം പോവാൻ. അപ്പൊ ആ കപ്പൽ റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട്. അതിക്ക് കയറി കടൽ ആളുകളുമായി യാത്ര ചെയ്തു. കപ്പൽ കടലിന്റെ നടുവിലെത്തിയപ്പോഴേക്ക് ശക്തമായ കാറ്റ് വന്ന് കപ്പൽ ആടിയുലയാൻ തുടങ്ങി. അതിശക്തമായ കാറ്റിൻ പ്രവാഹത്തിൽ പിടിച്ചിക്കാൻ കഴിയാതെ, പഴയ കാലത്തെ കപ്പലല്ലോ, അത് ആടിയുലയാൻ തുടങ്ങി. അപ്പോ കപ്പിത്താന് ശകുന വിശ്വാസിയായിരുന്നു. അയാൾ പറഞ്ഞു, ഇതിലാരോ യജമാനെ തൊട്ട് ഒളിച്ചോടിയ തെറ്റ് ചെയ്തിട്ടുള്ള ഒരാളുണ്ട്, അതുകൊണ്ടാണ് കപ്പലെന്ന് എനിക്ക് നിയന്ത്രണം കിട്ടാത്തത്, ഇപ്പം അറിയും, അതുകൊണ്ട് അയാളെടുത്ത് ഒഴിവാക്കണമെന്ന് പറഞ്ഞു. ആലോചിച്ചിട്ടാണ് എല്ലാവരും ആണ്ടോടും നോക്കുകയാണ്. യൂനുസ് അലൈഹി ഇസ്ലാമിനെ പലപ്പോഴും കണ്ട് പരിചയമുള്ള ആളുകളുണ്ട്. ആ നിലയിൽ അവരെ ഭവ്യതയോടെയാണ് ആളുകൾ കാണുന്നത്. ആരാണെന്ന് അറിയാതിരുന്നപ്പോ പിന്നെ ലാസ്റ്റ് വിഷയം നറുക്കിടുക എന്നുള്ളത് തന്നെ. നറുക്കിട്ടപ്പോ പേര് യൂനുസ് അലൈഹി ഇസ്ലാമിന്റെ കിട്ടിയത്. ഇസ്ലാം പറഞ്ഞ ഞാനല്ല, ഞാൻ എവിടുന്ന് ഒളിച്ചോടി വന്നല്ല, ഞാനൊരു തെറ്റുകാരനല്ല, എന്നെ പരിചയമുള്ള ആളുകൾ ഈ കപ്പൽ തന്നെ ഉണ്ട് പറഞ്ഞു. ഞാൻ രണ്ടാമത് ഇട്ടോക്ക, രണ്ടാമതും പേര് യൂനുസ് അലൈഹി സ്വലാം. മൂന്നാമത് ഇട്ടോക്കി, മൂന്നാമതും പേര് യൂനുസ് അലൈഹി സ്വലാം. ഇനി പിന്നെ നറുക്കിടലല്ലേ വേണ്ടത്, ഇനി എന്താണ്ട് പടച്ചമ്പുരാനെ എപ്പോട്ടപ്പോഴും യൂനുസ് ഇസ്ലാമിന്റെ പേരാ കിട്ടണം. അപ്പൊ ഇനി നാട്ടുകാര് നറുക്കിടുക, അതാണ് സംഭവിച്ചു. എടുത്തിട്ട് നല്ല കാർമേഘം, രാത്രി കടലിന്റെ ഇരുട്ട്, 3 ഇരുട്ടിലാണ് ഒരാൾ പെട്ടത്. നോക്കാണെങ്കിൽ അതിശക്തമായ കാർമേഘമുണ്ട്, അതിന്റെ ഇരുട്ടുണ്ടാവും. രാത്രിന്റെ ഇരുട്ടെന്ന് വേറെ, കടലിന്റെ ഉള്ളിൽ കണ്ടുപോയാൽ പിന്നെ ഇരുട്ട് പറയണോ. 3 ഇരുട്ടിന്റെ ഉള്ളിൽ പെട്ടു. ഭൗതിക രീതിയിൽ വീക്ഷിച്ചാൽ ഒരവലംബം ഇനി അവിടെ ഇല്ല. അവലംബങ്ങൾ മുഴുവനും നഷ്ടപ്പെട്ടു പോയി. ഭൗതിക മാധ്യമങ്ങൾ മുഴുവനും അറ്റുപോയി. സാധ്യതകൾ മുഴുവനും അടഞ്ഞുപോയി. കാർമേഘം കനീഭവിച്ച കൂരാക്കൂരിരുട്ട്, പാതിരാവിന്റെ ഇരുട്ട്, കടലിന്റെ അന്ധകാരം, ഈ 3 ഇരുളിന്റെ ഉള്ളിൽപ്പെട്ട യൂനുസ് അലൈഹി ഇസ്ലാം ഭൗതിക സാധ്യതകളും മാധ്യമങ്ങളും സംവിധാനങ്ങളും തന്റെ മുമ്പിലില്ല എന്ന് ഉറപ്പായിട്ടും ഏകനായ അല്ലാഹുവിൽ പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങ് ചൊല്ലാൻ തുടങ്ങി, ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. ഈ 3 ഇരുട്ടുകൾക്ക് പുറമെ പിന്നെ ഒരു ഇരുട്ടുണ്ടായി. ഒരു നിക്കക്കല്ലില്ലാതെ, ഒരാളും രക്ഷപ്പെടുത്താനില്ലാതെ, എത്ര വാവിട്ട് കറഞ്ഞാലും ഒരാളും തിരിഞ്ഞു നോക്കാനില്ല. കാരണം ഇത് മരുഭൂമിയല്ല, കടലാണ്. ആ സമയത്ത് ഇങ്ങനെ മുങ്ങിപ്പൊങ്ങിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഭീമാകാരനായ ഒരു തിമിംഗലം വന്നിട്ട് ഒരൊറ്റ വിഴുങ്ങലും. ഇനി രക്ഷ ഒരിക്കലും ഉണ്ടാവില്ല. ഈ 3 പെട്ടാൽ തന്നെ രക്ഷയില്ല. കടലിന്റെ ഇട്ട്, രാത്രിന്റെ ഇട്ട്, കാർമേഘത്തിന്റെ ഇട്ട്, ഇനി രക്ഷയില്ല. അതിന് പുറമെ മത്സ്യത്തിന്റെ വയറ്റപ്പെട്ടാലോ പിന്നെ ഒരിക്കലും രക്ഷപ്പെടൂല. കാരണം ഇത് വയറ്റക്ക് എത്തുന്നതിന് മുമ്പ് ചാകുന്നതാണ്. ഈ പാമ്പ് തവളനെ പിടിക്കണ കേട്ടാ, ഫുള്ളായിട്ട് പിടിച്ചു കഴിഞ്ഞാൽ ഉള്ളിൽ തന്നെ എത്തിട്ടുണ്ടാവും, എന്നിട്ട് വയറ്റക്ക് എത്തുള്ളൂ. അതുകൊണ്ടാണ് പാമ്പ് പുറത്തേക്ക് ഛർദിച്ച ഒരുപാട് സാധനങ്ങൾ ഉണ്ടാവും. ഞാനും കണ്ടിട്ടുണ്ട് പലതിനും പുറത്തേക്ക്. ആട്, പശു, വലിയ പാമ്പാണെങ്കിൽ, പെരുമ്പാമ്പൊക്കെ ആണെങ്കിൽ പശു, തവള, എലി, ഏതെങ്കിലും ഒന്ന് ഇന്ന് തൊള്ളേന്ന് പുറത്തുനിന്നിട്ട് ചാടി പോയിട്ടുണ്ടോ? ഇല്ല. ആ ഉള്ളിൽ പോയാൽ അങ്ങനെയാണ്. മത്സ്യത്തിന്റെ പിന്നെ പറയും വേണ്ട. പക്ഷെ ഇത് മത്സ്യത്തിന്റെ വയറ്റിന്റെ ഉള്ളിലായി. ഏതെങ്കിലും ഒരു സാധ്യത രക്ഷക്ക് അവിടെ ഉണ്ടോ? ഇത് നമുക്കൊരു പാടാണ്. ഇനി ഒരിക്കലും കഴിച്ചിലാവൂല എന്നിടത്ത് നിന്നാണ് ആൺകുട്ടി രക്ഷപ്പെടേണ്ടത്. അതാണ് നമ്മളെ ജീവിതത്തിൽ ഒന്നല്ല. ഇല്ല, ഇനി ഒരിക്കലും കഴിച്ചിലാവില്ല. നീ അവിടെ നിന്നാണ് ആൺകുട്ടികൾ കുതിരുക. ഖുർആന്റെ വലിയൊരു പാഠമാണത്. ഇബ്രാഹിം അലൈഹി സ്വലാം എവിടുന്ന ഉയർന്നത്? ഒരിക്കലും രക്ഷപ്പെടൂല നമ്രൂദിന്റെ തീജ്വാലയിന്ന. അതിനാ പിന്നെ ആൺകുട്ടിയായിട്ട് പുറത്തു വന്നത്. മൂസാ നബി അലൈഹി സ്വലാം എവിടുന്ന ഉയർന്നത്? ഒരിക്കലും വിജയിക്കൂല. കാരണം ഫിർഔനും പട്ടാളവുമാണ്. അപ്പുറത്ത് കടല്, ഇപ്പുറത്ത് ഫിർഔനും കട്ടാലും, സെന്ററിൽ വരും. പക്ഷെ രക്ഷപ്പെട്ടില്ലേ? ഖുർആന്റെ മൊത്തം കാര്യങ്ങളിൽ നിന്ന് ആകെ പഠിച്ചാൽ വിശ്വാസ രംഗത്ത് പ്രതീക്ഷയുള്ള ഒരു തവക്കുലിന്റെ ഏറ്റവും വലിയ സന്ദേശം, ഒരിക്കലും രക്ഷപ്പെടുകയില്ല, നാനാഭാഗവും പ്രതികൂലമാണ്, ഞാൻ അപകടത്തിന്റെ നടുക്കളത്തിലാണ് എന്നിടത്ത് ആയാൽ അവിടെ നിന്ന് കുതറി രക്ഷപ്പെട്ട് ഇസ്സത്തിന്റെ നീലാകാശത്തേക്ക് തവക്കുലിന്റെ പാരച്ചൂട്ടുമായി പറക്കുന്നവന്റെ പേരാണ് അൽ മുഅ്മിൻ. ആ കൂട്ടത്തിൽ അല്ലാഹു നമ്മളെ ഉൾപ്പെടുത്തട്ടെ. ഇവിടെ ഒരിക്കലും രക്ഷപ്പെടൂല. എല്ലാം തകർന്നു, എല്ലാം പോയി, കൈമലർത്തി, ഇനി എന്ത്? ഒന്നുമില്ല. പക്ഷേ
അതിന്റെ ഉള്ളിൽ നിന്ന് ആൺകുട്ടി അങ്ങ് ചൊല്ലി, ഫനാദാ ഫിദ്ദുലുമാതി അല്ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. ഇത് സ്വാഹിബുൽ ഹൂത്തിന്റെ ദിക്റാണെന്ന് മുഹമ്മദ് മുസ്തഫ. ഇനി ഒന്നുകൂടെ കൂട്ടി മനസ്സിലായിക്കോളി, ഈ മാസത്തിൽ ചൊല്ലാൻ ഏറ്റവും പ്രിയപ്പെട്ട പ്രധാനപ്പെട്ട ദിക്റിൽ ഒന്ന് ഇതാണ്. സംശയം ഉണ്ടെങ്കിൽ മുപ്പരോട് ചോദിച്ചാൽ മതി, അതിലെ വലിയ ഇഷ്കാലം ഉണ്ടെങ്കിൽ എന്നോട് വെച്ചാൽ മതി. അങ്ങനെ തന്നെയല്ലേ? അങ്ങനെ തന്നെയല്ലേ? ചോദ്യം കേട്ടിട്ടില്ല, സോറി. ഈ മാസത്തിൽ ചൊല്ലാൻ ഏറ്റവും പ്രധാനപ്പെട്ട ദിക്റ് കാരണം ഇത് സംഭവിച്ചത് ഈ മാസത്തിലാണ്. അതന്നെ ആശൂറാന്റെ ദിവസത്തിലാണ്. അത് തിങ്കളാഴ്ച വരാൻ പോണ്. ഞായറാഴ്ചയുള്ള അങ്ങനെ ആയിക്കോളി, കുഴപ്പമില്ല. ഞാൻ എൻ്റെ ആ വിഷയത്തിലുള്ള സ്റ്റേറ്റ്മെന്റ് ആദ്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതിലൊന്നും അടി ഉണ്ടാക്കാൻ ഞാനില്ല. ഏതായാലും ആശൂറ ദിവസം, ആ ആശൂറ ദിവസത്തിലാണ് ഇത് സംഭവിച്ചിട്ടുള്ളത്. അതുകൊണ്ട് മഹാന്മാര് പറയണത് ആശൂറ അടങ്ങിയിട്ടുള്ള മുഹറമിൽ ചൊല്ലാൻ ഏറ്റവും പ്രധാനപ്പെട്ട ദിക്റുകളിൽ ഒന്ന് ഇതാണ്. എല്ലാ കെട്ടുകളിൽ നിന്നും പൊട്ടിച്ച് പുറത്തു വരാൻ കഴിയും. ഒന്ന് ചൊല്ലിയോ കാണി, ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. ഓ, കാർമേഘത്തിന്റെ ഇരുട്ട്, രാത്രിയുടെ ഇരുട്ട്, കടലിന്റെ ഇരുട്ട്, മത്സ്യത്തിന്റെ വയറിന്റെ ഇരുട്ട്, 4 ഇരുട്ടിന്റെ ഉള്ളിൽ കയറിയിട്ടുള്ള ഒരാള് പിടിച്ചു അല്ലാനെ, ലാ ഇലാഹ ഇല്ലാ അൻത, ഇല്ലാതെ ആരാധ്യനില്ല. തൗഹീദാണ് മുമ്പിൽ വെച്ച്. സുബ്ഹാനക, നീ പരിശുദ്ധവാനാണ്. അള്ളാന്റെ പരിശുദ്ധിയെ വാഴ്ത്താണ്. കാരണം ഇതിന്റെ ഉള്ളിക്ക് പെട്ടത് അള്ളേന്ന് ആർക്കറിയാം? നമ്മളാണെങ്കിൽ എന്തൊക്കെയാ അവിടെ പറയാ അല്ലെ? വയനാട്ടില് പ്രകമ്പനവും ഉരുൾപൊട്ടലും ആ വെള്ളത്തിന്റെ ഒഴുക്കൊക്കെ ഉണ്ടായപ്പോ 2-3 ആളുകൾ പറയണ ഞാൻ കേട്ടു, മുസ്ലിമീങ്ങള്, ഞങ്ങൾ എന്തേറ്റാ ചെയ്തത്? അള്ള എന്തിനോടെ നമ്മളിത് കാണിക്കണ്? ഇങ്ങനെ കാണിച്ചിട്ട് അള്ളാഹ്ക്ക് എന്താ കിട്ടാന്? യാ അല്ലാ, ഓലൊക്കെ ഇപ്പൊ ഈ മത്സ്യത്തിന്റെ ഉള്ളിന്റെ പെട്ട എന്തായിരിക്കും അവസ്ഥ? ഇതിപ്പോ യൂനുസ് അലൈഹി സ്വലാം പറയണ്ടേ, ഞാൻ എന്തേറ്റാ ചെയ്തത്? ഞാൻ ഇന്നെ പറഞ്ഞു കൊടുത്തിട്ടല്ലേ ഉള്ളൂ. അവര് നന്നാവായിട്ട് ഞാൻ ഇങ്ങോട്ട് പോകുന്നതല്ലേ. എന്നിട്ട് ചിന്നെ കടലിൽ കിട്ട്, എന്നിട്ട് അവസാനം മത്സ്യത്തിന്റെ വയറ്റിൽ കിട്ട് എന്ന് തോന്നണ്ടേ? ആ ദിക്റുകൾ നോക്കൂ. സുബ്ഹാനക, എൻ്റെ അടുത്തൊരു കുഴപ്പമില്ല. പിന്നെ ഇന്നി കുന്തു മിനൽ ളാലിമീൻ, കുഴപ്പമൊക്കെ എൻ്റെ അടുത്താണ്. യാ അല്ലാഹ്, അതല്ല അതിന്റെ പൊരുള്. നിന്റെ പരിശുദ്ധിയെ വാഴ്ത്തുന്ന് പറഞ്ഞാൽ അവിശുദ്ധമായ ഒന്നും എൻ്റെ അടുത്ത് ഉണ്ടായിട്ടില്ല എന്ന്. പിന്നെ ഇന്നി കുന്തു മിനൽ ളാലിമീൻ, കുഴപ്പമൊക്കെ ഞാനാണ് ഉണ്ടാക്കിയത്. യാ അല്ലാഹ്, അള്ളാഹു ഈ ഒരു ബോധം നമുക്ക് പ്രദാനം ചെയ്യട്ടെ. മറ്റേണ്ടല്ലോ, ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാണ്? എന്നോട് തന്നെ ചില ആളുകൾ അങ്ങനെ പറയാറുണ്ട്, കാര്യമായ തെറ്റുകളൊന്നും ഞാൻ ചെയ്തിട്ടില്ല, പക്ഷെ അള്ള പരീക്ഷ. അതന്നെയാണ് നമ്മളെ മനസ്സ് നിലപാട് മാറണം. കുഴപ്പം നമ്മളെടുത്താണ്, അള്ളാന്റെ അടുത്ത് ഒരു കുഴപ്പമുണ്ടാവില്ല. എന്ത് പരീക്ഷണം ഇനി കുഴപ്പമില്ല നമുക്ക് തോന്നിയാലും പരീക്ഷണം വന്നാൽ അതിന്റെ പിറകിൽ അള്ളാഹു ഒളിപ്പിച്ചു വെച്ചിട്ടുള്ള രഹസ്യങ്ങളും വിജയങ്ങളും അറിഞ്ഞാൽ നമ്മൾ സന്തോഷിച്ചു പോകും. ഇതിനാണോ പടച്ചവൻ എന്നെ പരീക്ഷിച്ചത്? അൽഹംദുലില്ലാഹ്, ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. ഒരിക്കലും രക്ഷപ്പെടുകയില്ല എന്ന് ഉറപ്പിക്കുന്ന സകല ഭാഗങ്ങളിൽ നിന്നും അപകടത്തിന്റെ തിരമാലകളും കൂരാക്കൂരിരുട്ടും കാറ്റും കോളും ഇടിയും മിന്നലും മത്സ്യത്തിന്റെ ഭീമാകാരനായ മത്സ്യത്തിന്റെ വയറിന്റെ ഉള്ളിലും അകപ്പെട്ട ഒരു മനുഷ്യൻ ആ സമയത്ത് അവലംബിച്ചത് അല്ലാഹ് എന്ന അസാമാന്യമായ ശക്തിയിൽ അവലംബിച്ചുകൊണ്ട് ഉള്ളിന്റെ ഉള്ളൊരുകിയിട്ടങ്ങ് ചൊല്ലാൻ തുടങ്ങി, ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. പിന്നെ എന്താ സംഭവിച്ചത്? അള്ളാഹു പറയാൻ, ഫസ്തജബ്നാ ലഹു. ഫസ്റ്റ്, ആ ഫാക്കൊക്കെ വലിയ അർത്ഥമുണ്ട്. ഉടനെ നമ്മളാണ്ട് ഉത്തരം കൊടുത്തു. മലക്കുകൾ അള്ളഹാനോടൊപ്പ പറഞ്ഞു എന്നാ, പടച്ചോനെ ഒരു സൗണ്ട് കേൾക്കണ്ടല്ലോ, ഇവിടെ ആളോട്ട് കാണാനില്ല, നേരത്തെ കേട്ട് പരിചയമുള്ള സൗണ്ടാണല്ലോ. അപ്പൊ അള്ളാഹു പറഞ്ഞ, എന്റെ അബദ് യൂനുസാണ്, മത്സ്യത്തിന്റെ വള്ളേന്നാണ് ചെല്ലണേ എന്നുള്ള പറഞ്ഞു എന്നാണ്. അള്ളാഹു തലാക്ക് സ്ഥലകാലൊന്നുമില്ലല്ലോ, എവിടെയാണെങ്കിലും മത്സ്യത്തിന്റെ ഉള്ളിൽ നിന്ന് ചെല്ലുമ്പോ അള്ളഹാനോട് പുറക്കെ ചെല്ലണം. ഓ, ചില ആൾക്കാരെ ദ്വാന്നൊക്കെ കേട്ടാല്
ഞാൻ പൊതുവെ നിസ്കാരത്തിന് ശേഷമൊക്കെ സൈലന്റ് ആയിട്ട് തോർക്കുന്ന ആളാണ്. കുറച്ചേ തോർക്കുള്ളൂ. സംഗതി അങ്ങനെയല്ല വേണ്ടത്. ഒറ്റക്ക് തോർക്കുമ്പോൾ ദീർഘമായി തോർക്കണം. നിസ്കാരത്തിന് ശേഷമൊക്കെ ആൾക്കാരെ വെച്ച് തോർക്കുമ്പോൾ കുറച്ചും തോർക്കണം. ചില ആളുകൾ അതിനെതിരാണ്. മീറാബാണ്ട് കിട്ടിയ അടിച്ച് നിരപ്പാക്കണം. അടിച്ചങ്ങോട്ട് കയർത്ത് കയറിയിട്ട് നാളെ ഞാൻ ഒരു സ്ഥലത്ത് കൂടി, യാത്രക്കാർ പങ്കെടുക്കുന്ന പള്ളിയാ, സുബൈക്കാണ്. ഇയാൾ അറബിയിലുള്ളത് വാങ്ങിയിട്ട് മലയാളത്തമ്മക്ക് എടുത്തിരിക്കണ സുബൈന്റെ ശേഷം നോക്കണം നിങ്ങൾ. അറബിയിൽ അയാൾ കിട്ടണ മുഴുവൻ ദ്വാരുന്ന് നിസ്കാരത്തിന് ശേഷം. മാമൂമിങ്ങളിൽ ആരൊക്കെ ഉണ്ട്? എയർപോർട്ടിൽ നിന്ന് വരുന്ന ആൾക്കാരുണ്ട്, എയർപോർട്ടിൽ പോണ ആൾക്കാരുണ്ട്, ആശുപത്രിക്ക് പോണ ആൾക്കാരുണ്ട്. യാ അല്ലാഹ്. അവസാനം മലയാളത്തുമല്ലോ ഞാൻ ഫോൺ നമ്പർ വാങ്ങിയിട്ട് പിന്നെ വിളിച്ച്, ഇയാദി അക്രമം മേലാൽ ചെയ്യരുത് എന്നറിഞ്ഞു. ഇയാദി അക്രമം മേലാൽ ചെയ്യരുത് എന്ന്. അത് ഒറ്റക്കൊട്ട് ദ്വാരക്കൂല്ല. ആളുകൾ വെച്ചാവുമ്പോ ആളുകൾക്ക് ഉപദ്രവമുണ്ടായി. എന്നോട് ചില ആൾക്കാർ ചോദിക്കാറുണ്ട്, നിങ്ങളെന്താ ഉസ്താദേ നിസ്കാരത്തിന് ശേഷം കുറച്ച് ഞാൻ പഠിച്ചതാണത്, അതുകൊണ്ടാണ്. കാരണം ഇത് യാത്രക്കാരെ പള്ളിയല്ലേ, ഇതിൽ കയറുന്ന ആൾക്കാരുടെ കൂട്ടത്തിൽ ദ്വാക്ക് ഇരിക്കും വേണം, പോവും വേണം എന്നുള്ളവരുണ്ടാവൂലേ. അവരെ വെച്ചിട്ട് നമ്മളിങ്ങനെ അത് തരണം, ഇത് തരണം, മറ്റേ തരണം, അവിടുന്ന് തരണം, ഇവിടുന്ന് തരണം പോയി ചങ്ങായി എന്തൊക്കെയാണ് നമുക്ക് തരണം എന്ന് പറഞ്ഞ് ഉള്ളിൽ ചിന്തിക്കൂലേ. അല്ലാഹ് ചെയ്യരുത്. വളരെ കുറച്ചേ തുറക്കാൻ പാടുള്ളൂ. ഈ ദ്വായില് ഭയങ്കര ഇതൊന്നും വേണ്ട. അങ്ങനെയാണ്ട് തുറന്നാൽ തന്നെ അള്ളാഹു സ്വീകരിക്കും. അതാണ്. ഒറ്റക്ക് നന്നായിട്ട് തുറക്കണം. ഒറ്റക്ക് സുജൂദിൽ ഒരുപാട് കിടക്കണം. നിങ്ങൾ ആരെങ്കിലും നിസ്കാരത്തിൽ സുന്നത്ത് സുജൂദിൽ ഒറ്റക്ക് ദീർഘമായിട്ട് ചെലവഴിക്കുന്ന ആളുകളുണ്ടാവും. ഒന്ന് കിടന്നോക്കാണി. അങ്ങനെ ഉറങ്ങരുത് കേട്ടോ, കിടക്കരുത് എന്ന്. എത്രയും കിടന്നോളൂ, വേണ്ട വെച്ചിട്ടാ. അതുകൊണ്ട് ഇനിയിപ്പോ നീങ്ങുള്ളൂ. കാരണം കോളേജ് പോകാനയക്കണേ. ഇപ്പോഴും മജ്ലിസിലല്ലോ ഇറങ്ങി അത് ചികിത്സ തന്നെയാണ്. ആദ്യം സ്വകാര്യമൊക്കെ വിളിച്ച് പറഞ്ഞു നോക്കും, പിന്നെ ശരിയായിട്ടില്ലെങ്കിൽ മജ്ലിസിലിട്ട് കൊടുക്കലാണ്. അതാണ് ലാസ്റ്റ് ശരിയായുള്ള മാർഗം. അതാണ്. മനസ്സിലായില്ല? കാരണം മൂപ്പര് ആസാദ് ബാക്കവൊക്കെ അങ്ങനെ ശരിയായതാണ്. ഇതേ തുണയായിരുന്നു, നല്ല ഉറക്കായിരുന്നു. കുറെ വിളിച്ച് പറഞ്ഞു, ശരിയാണില്ല. പിന്നെ മജ്ലിസിലിട്ട് പേന്താൻ തുടങ്ങി, അപ്പൊ ശരിയായതാ. ശരിയായിക്കണേ. പിന്നെ ഇന്നിങ്ങനെയാണ് സംഭവിച്ചാണ്. ഇന്നലെയും അങ്ങനെയാണ് സംഭവിച്ചു, മിഞ്ഞാന്നും അങ്ങനെ തന്നെയാണ് സംഭവിച്ചപ്പോളേ. 3 ദിവസം അടുപ്പിച്ച് സംഭവിച്ചപ്പോൾ ഞാനൊന്നാണ്ട് ശരിയാക്കിയതാ. വേറൊന്നല്ല. അപ്പൊ ഏതായാലും ഇന്റെ ലോകത്ത് ഇതൊക്കെ വലിയ അപകടം. മുത്തല്ലിമാവുക, മജ്ലിസിൽ ഇരുന്ന് ഉറങ്ങുക എന്ന് പറഞ്ഞാൽ അതാണ് എനിക്ക് ഏറ്റവും വലിയ ദുരന്തം. അപ്പൊ അയാളൊന്നാണ്ട് വീണെന്ന് വിട്ടുക, എനിക്ക് വിഷയമല്ല. കാരണം ഞാൻ ഡോക്ടറുണ്ട്, മരുന്ന് വെച്ചാൽ ശരിയാവും. പക്ഷെ ഇതിനാരാ മരുന്ന് കൊടുക്കുക? ഇതിനാരും മരുന്ന് കൊടുക്കുക? അതൊക്കെ നഷ്ടമല്ലേ മജ്ലിസിൽ ഇരുന്ന് ഉറങ്ങിയാൽ. അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ. അപ്പോ സുബ്ഹാനല്ലാഹ്, ബാക്കി നാളെ പറയില്ല, സമയം വൈകിയല്ലോ. ഞാൻ ആ ദ്വാമക്കണ്ട് എടുത്തപ്പോഴേ നമ്മൾ എടുക്കുന്ന സമയമായില്ലേ, സാധാരണ എടുക്കുന്ന സമയം. ബാക്കി നാളെ പറയാം. ഇനി എന്ത് എന്നുള്ളൊരു സംഭവം ഉണ്ട്. ഇപ്പൊ യൂനുസ് അലൈഹിസ്സലാം എവിടെ ഉള്ളത്? മത്സ്യത്തിന്റെ പള്ളിയിലുള്ളതായിട്ട് ഞങ്ങൾ പോണ്. ഇനി പള്ളിയിൽ നിന്ന് എവിടുക്കാ എത്തുന്ന നാളെ നമുക്ക് പറയാം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. اللهم صل على محمد يا ربي صل عليه وسلم. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات. اللهم انصر أمة سيدنا محمد ورحمة سيدنا محمد. تجاوز عن أمة سيدنا محمد. اجعلنا من خيار أمته ومن محبيه يا رب العالمين. അള്ളാഹു ഇനി കബൂലാക്കണേ. അള്ളാഹ് എല്ലാ അപകടങ്ങളിൽ നിന്നും, ദുരന്തങ്ങളിൽ നിന്നും, രോഗങ്ങളിൽ നിന്നും, കടങ്ങളിൽ നിന്നും ഞങ്ങളെ രക്ഷപ്പെടുത്തണേ. അല്ലാഹ് പലരും പല പ്രയാസത്തിലുമാണ്, നിനക്കറിയാം. എല്ലാ പ്രയാസങ്ങളും ഞങ്ങളിൽ നിന്ന് എടുത്ത് ഒഴിവാക്കണേ. അല്ലാഹ് കടക്കാരനായി മരിപ്പിക്കല്ലേ. അല്ലാഹ് കടക്കാരനായി മരിപ്പിക്കല്ലേ. അല്ലാഹ് കടങ്ങൾ വീട്ടാനുള്ള ഇസ്സത്തിന്റെ വാതിലുകൾ കടക്കാർക്ക് നീ തുറന്നു തരണേ. അല്ലാഹ് നീ കഷ്ടപ്പെടുത്തല്ലേ. അല്ലാഹ് കൈയൊഴിക്കല്ലേ. അല്ലാഹ് നിന്റെ റഹ്മത്തിലേക്ക് അടുപ്പിക്കണേ. അല്ലാഹ് നിന്റെ അദാബിന്റെ ചാട്ടവാർ കൊണ്ട് പ്രഹരിക്കല്ലേ. അല്ലാഹ് ആഫത്ത് മുസീബത്തുകളിൽ നിന്ന് കാക്കണേ. അല്ലാഹ് കടൽ കര ദുരന്തങ്ങളിൽ നിന്ന് കാക്കണേ. അല്ലാഹ് കടലിലും കരയിലും അധ്വാനിക്കുന്ന ആളുകളാ, നിന്റെ വിഭവങ്ങൾ ഔദാര്യങ്ങൾ തുറന്നു തരണേ. അല്ലാഹ് കച്ചവടക്കാർക്ക് ഹൈറും ബർക്കത്തും നൽകണേ. അല്ലാഹ് മുതഅല്ലിമീങ്ങൾ ആലിമീങ്ങൾക്ക് ഹൈറും ബർക്കത്തും നൽകണേ. അല്ലാഹ് ഒരാളോടും വിരോധമോ വിദ്വേഷമോ പകയോ ദേഷ്യമോ ശത്രുതയോ നൽകല്ലേ. അല്ലാഹ് ഈ ഉമ്മത്തിനെ ഒറ്റക്കെട്ടാക്കി തരണേ. അല്ലാഹ് ഈ ഉമ്മത്തിനെ ഒറ്റക്കെട്ട്
ഒറ്റക്കെട്ടാക്കി തരണേ അല്ലാ. ഈ ഉമ്മത്തിനെ ഒറ്റക്കെട്ടാക്കി തരണേ അല്ലാ. ഐക്യബോധം പ്രദാനം ചെയ്യണേ അല്ലാ. നാട്ടിൽ ഇസ്സത്ത് നൽകണേ അല്ലാ. അല്ലാഹുമ്മ അൻസുർ ഉമ്മത്ത സയ്യിദിനാ മുഹമ്മദ് വറഹം ഉമ്മത്ത സയ്യിദിനാ മുഹമ്മദ് തജാവസ് അൻ ഉമ്മത്തി സയ്യിദിനാ മുഹമ്മദ് اجعلنا من خيار أمته ومن محبه واغفر لنا ولمن دفنوا حول هذا المسجد ولجميع المؤمنين والمؤمنات. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين. وصلى الله تعالى وسلم. സൈദ് വേജിന്റെ ഉമ്മ മരിച്ച മാസമാണ്. ഇന്നലെ തോർന്നിട്ടുണ്ട്. പക്ഷെ ചായം ചെയ്യുന്ന ഒപ്പര വകയായിരുന്നു, പറയാൻ മറന്നാണ്. അള്ളാഹു താല ആ മഹദിക്ക് ഖബർ സന്തോഷമായി കൊടുക്കട്ടെ, സലാമത്തായി കൊടുക്കട്ടെ. നമ്മുടെ മാതാപിതാക്കൾക്കൊക്കെ അള്ളാഹു മഗ്ഫിറത്തും റഹ്മത്തും കൊടുക്കട്ടെ. അസ്സലാമു അലൈക്കും.